ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ കാണാൻ പോകുന്നത്. കുറച്ചധികം നാളായി സ്കിൻ ഒന്ന് കെയർ ചെയ്തിട്ട്. അതിൻ്റെ പുരികം കണ്ടാൽ തന്നെ അറിയാം, പിള്ളേച്ചൻ്റെ പുരികം പോലെയായി, കാട് പോലെ വളർന്നു. പുരികം ത്രെഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പരിപാടികൾ. ഇതുപോലത്തെ റേസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസും എനിക്കൊന്ന് ക്ലീൻ ആക്കണം. ഞാൻ പാർലറിൽ പോയി ത്രെഡ് ചെയ്യുന്നത് വളരെ കുറവാണ്, കാരണം എനിക്ക് തലവേദന എടുക്കും. പിന്നെ അന്നത്തെ ദിവസം മൊത്തം പോക്കാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ റേസറാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് വാഷ് ഇട്ടൊന്ന് ഫേസ് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഏലാതി ചൂർണ്ണം. ഇതൊരു ആയുർവേദിക് പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. തരി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് നമുക്കിത് സ്ക്രബായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ടാൻ കുറയ്ക്കാനും ഒക്കെ വളരെ എഫക്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ തന്നെ സ്കിന്നൊരു ഗ്ലോ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇതും കൂടെ നമ്മുടെ ഈ ചൂർണ്ണം കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡബിൾ ഓഫ്. എൻ്റെത് ഓയിലി സ്കിന്നാണ്, അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്തത്. അല്ലെങ്കിൽ സാധാ പ്ലെയിൻ വാട്ടറിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. ഇനി ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ പാലിൻ്റെ കൂടെയോ തൈരിൻ്റെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്യുക. ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് നമുക്ക് ഇതിനകത്തോടെ കിട്ടുന്നത്. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത്. ഓയിലി സ്കിന്നുകാർ വീണ്ടും ഓയിലി പ്രൊഡക്ട്സ് മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിമ്പിൾസ് കൂടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ എന്തും സ്വീകരിക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന മോന്തയിലേക്ക് നമുക്ക് കറ്റാർവാഴ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉള്ളൊരു ഹെർബാണ് അലോവേറ. അതുമാത്രമല്ല, ഒരു പൊള്ളലിന് നമുക്ക് ആ ഏരിയയിൽ സഡനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു ഹെർബാണ് അലോവേറ. ഇതൊന്നും കൂടാണ്ട് ഇഷ്ടംപോലെ പ്രോപ്പർട്ടീസ് വേറെയുണ്ട്. ഫേസിലും ബോഡിയിലും അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും സെൽഫ് ക്ലീനിങ് ഡേ ആയിട്ട് ആചരിക്കണം. എന്താണെന്ന് വെച്ചാൽ മെൻ്റലി നമുക്ക് ഭയങ്കര ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള ഫീൽ കിട്ടും. സ്കിൻ കെയറും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഹെയർ കെയറിലേക്ക് ആദ്യം നന്നായിട്ടൊന്ന് ചടയൊക്കെ കളഞ്ഞ് മസാജ് ചെയ്ത് കൊടുക്കും കുറച്ച് നേരം. എന്നിട്ട് രണ്ടായിട്ട് പാർട്ടീഷൻ എടുത്തതിന് ശേഷം നമ്മൾ ഓയിൽ ഹീറ്റ് ചെയ്തിട്ടാണ് തേക്കാൻ പോകുന്നത്. ചെമ്പരത്തിയാതി ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ആയുർവേദിക് പ്രൊഡക്റ്റാണിത്. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്പൂൺ ചൂടാക്കുന്നു. എന്നിട്ട് ആ സ്പൂൺ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ട് വീണ്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഹോട്ട് ഓയിൽ മസാജിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയാമല്ലോ. തലയിൽ സർക്കുലേഷൻ കൂടുകയാണ്. സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് തുറക്കാനും അതുവഴി ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനുമുള്ള എല്ലാ ചാൻസും ഉണ്ട്. താരൻ്റെ പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ഡെയിലി തല നനയ്ക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു 3 days കൂടുമ്പോൾ നനച്ചാൽ മതി. പിന്നെ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ മുടിയുടെ അറ്റം ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. മുടിക്ക് ലെങ്ത് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കുകയൊന്നും വേണ്ട. ഉള്ള ഹെയർ നമുക്ക് ഹെൽത്തി ആയിട്ട് കിട്ടിയാൽ മതി. നീരിറക്കം ഉണ്ടാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെമ്പരത്തിയാതി ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ള ഓയിലാണ്. എനിക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏജ് ലിമിറ്റൊന്നുമില്ല ഇത് യൂസ് ചെയ്യാനായിട്ട്. സ്കിന്നിന് ടാന്, ഡിസ്കളറേഷൻ ഇതൊക്കെ മാറാനായിട്ട് നല്ലൊരു റെമഡിയാണ്. ആയുർവേദത്തിൽ ഓയിൽ മസാജിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യണമെന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഭയങ്കര റീജുവനേറ്റീവ് ആയിട്ടുള്ളൊരു തെറാപ്പിയാണിത്. നമ്മുടെ ജോയിൻസിൽ സർക്കുലർ മോഷനിലാണ് മസാജ്. നമ്മുടെ ജോയിൻസിലുള്ള ഡ്രൈനെസ്, പിന്നെ വാദത്തിൻ്റേതായിട്ടുള്ള പെയിനുകൾ, മൂവ്മെൻറ്റ്സ് ഇതൊക്കെ കറക്റ്റ് ചെയ്യും അഭ്യംഗത്തിലൂടെ. ഇത്രയും പരിപാടിക്ക് ശേഷം നമ്മൾ ഷാമ്പു വാഷ് ചെയ്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായിട്ട് വന്നു. ഒരു ചെറിയ പരിപാടി എങ്ങനെയുണ്ട്, രാസ്നാദിപ്പൊടി ഇടുക. രാസ്നാദിപ്പൊടി ഇട്ടതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് സ്മെല്ല് ചെയ്യാം, നീരിറക്കം ഒന്നും ഉണ്ടാവാണ്ടിരിക്കാൻ. പിന്നെ ഡെയിലി എണ്ണ തേച്ച് കുളിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ആൻറ്റി ഏജിങ് എഫക്റ്റ് ഉണ്ട് ഇതിന്. ഇത്രയൊക്കെ അങ്ങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഒരു മനസ്സമാധാനം എന്നറിയാമോ. ഇനി ഒരാഴ്ച നമുക്ക് ഈ മനസ്സമാധാനത്തിൽ ഓടാൻ പറ്റും. ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒടുക്കത്തെ വിശപ്പ്. കുറച്ച് പപ്പായ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് കഴിച്ചു. ഇനി ഹെവി ആയിട്ട് എന്തെങ്കിലും കൂടെ കഴിക്കണം. അത്രയ്ക്ക് വിശപ്പുണ്ട്. ഇങ്ങനെ വിശക്കാണ്ടിരിക്കും. കുളിച്ചാൽ നമുക്ക് വിശപ്പ് കൂടും, നമ്മുടെ ഡൈജസ്റ്റീവ് പവർ ഇമ്പ്രൂവ് ആവും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.